വയനാട് വെള്ളാരംകുന്നിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെൻസൺ മരിച്ചു. വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. സ്വകാര്യ ബസും ഒബ്നി വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയായിരുന്നു. ജെൻസന്റെ ആരോഗ്യനില മെച്ചപ്പെടും എന്ന പ്രതീക്ഷയിൽ കേരളം. മനു, ജെൻസനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് മുതൽ വലിയ പ്രാർത്ഥനയോടെയാണ് വയനാട് ഇരുന്നത്. മാത്രമല്ല, ശ്രുതിയും അത്തരത്തിൽ വലിയ പ്രാർത്ഥനയോടെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രാർത്ഥനയെല്ലാം ഇപ്പോൾ വിഫലമായിരിക്കുകയാണ്. ഏകദേശം 8:50 കൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം, ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രുതിയുടെ വീട്ടുകാരെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ, ആ ദുഃഖത്തിലായിരുന്നു ശ്രുതി ഉണ്ടായിരുന്നത്. അതായത് ശ്രുതിയുടെ അച്ഛനും അമ്മയും അടക്കം 9 പേർ, ഒരു കുടുംബത്തിൽ 9 പേരാണ് ആ ദുരന്തത്തിൽ ഒലിച്ചുപോയത്, ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത്. അതിനുശേഷം ഈ ശ്രുതിക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ ശ്രുതിയെ ഒന്ന് ചേർത്ത് നിർത്താൻ ആകെ ഉണ്ടായിരുന്നത് ഈ ജെൻസൺ ആയിരുന്നു. ആ ജെൻസനാണ് ഇപ്പോൾ ഈ ലോകം വിട്ട് പോയി മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുന്നത്, തന്റെ പ്രിയതമയെ വിട്ട് പോയിരിക്കുന്നത്. ഇത് ശ്രുതിക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ എത്രമാത്രം വിഷമിപ്പിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമാണ്. അത്തരത്തിൽ വയനാട് ഒന്നാകെ ഇന്ന് രാവിലെ മുതൽ ജെൻസന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ ജെൻസന് വലിയ രീതിയിലുള്ള ഒരു രക്തസ്രാവം ഉണ്ടായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. മാത്രമല്ല BP വളരെ ലോ ആവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ മെഡിക്കൽ കോളേജിലേക്ക്, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നെങ്കിലും അപ്പോൾ തന്നെ ഡോക്ടർമാർ വലിയ രീതിയിലുള്ള ഒരു സാധ്യത ജെൻസന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു ചെറിയ പ്രതീക്ഷ ഡോക്ടർമാർക്കടക്കം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജെൻസൺ കഴിഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ശ്രുതി കൽപ്പറ്റയിലെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ശ്രുതിക്കും അല്ലെങ്കിൽ ഈ വാനിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല, സാരമായ പരിക്കേറ്റിരുന്നില്ല. ജെൻസനാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരിക്കേറ്റത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ദുഃഖമായി വയനാട് വലിയൊരു ദുഃഖത്തിൽ നിന്നും വന്നതേയുള്ളൂ. അതിനുശേഷം ഇതാ വീണ്ടും ഒരു ദുഃഖം വയനാടിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കും. മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മുതൽ വലിയ പ്രാർത്ഥനയിലായിരുന്നു ശ്രുതിയും അതുപോലെ തന്നെ വയനാട്ടുകാരും ഉണ്ടായിരുന്നത്. എന്നാൽ ആ വാർത്തയോ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിഫലമായിരിക്കുകയാണ്. അത്തരത്തിൽ ജെൻസൺ ശ്രുതിയെയും അതുപോലെ തന്നെ ഈ വയനാട്ടിലെ ജനങ്ങളെയും വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. അത്തരത്തിൽ വലിയൊരു സങ്കടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ വയനാട് ജില്ല ആകമാനം ഉള്ളത്. ഒരു ദുരന്തത്തിന് പുറകെ പിന്നീടും ആ സങ്കടങ്ങൾ അടിക്കടിക്ക് വരുന്നു. ആ ഒരു സന്തോഷം, ഒരു ഓണം ആഘോഷമാണ്. അതിനിടയിൽ വീണ്ടും ഒരു ദുഃഖവാർത്ത വയനാടിനെ തേടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് സങ്കടത്തോടെ പറയുവാനുള്ളത്. ഇതിൽ തന്നെയും കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായിരുന്നത്. വെള്ളാരംകുന്ന് വെച്ച് ഈ ജെൻസൺ ഓടിച്ച വാനും അതുപോലെ തന്നെ തൊട്ട് എതിർദിശയിൽ നിന്ന് വന്ന സ്വകാര്യ ബസും കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് ഈ വാന് കുത്തി പൊളിച്ചാണ് ഇവരെ എല്ലാവരെയും പുറത്തെടുത്തത്. ജെൻസനും അതുപോലെ തന്നെ ശ്രുതിയും അടക്കം 9 പേരാണ് ഈ ഒരു വാനിൽ ഉണ്ടായിരുന്നത്. അവരെ പുറത്തെടുക്കുകയും പിന്നീട് ജെൻസനെ പെട്ടെന്ന് തന്നെ സ്വകാര്യ മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇത്രയും നേരം ജെൻസൺ കഴിഞ്ഞിരുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ജെൻസൺ ഉണ്ടായിരുന്നത്. അത്രയ്ക്കും രക്തസ്രാവം ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയോടുകൂടി ജെൻസന്റെ ഹൃദയമിടിപ്പ് ഒന്ന് നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് CPR നൽകിയാണ് വീണ്ടും ജെൻസന് ഹൃദയമിടിപ്പ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതത്തിലേക്ക് വീണ്ടും പിടിച്ചു കയറ്റുവാനുള്ള ശ്രമം ഡോക്ടർമാർ നടത്തിയത്. തുടർന്ന് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ, പഴയ അവസ്ഥയിലേക്ക് തന്നെ ജെൻസൺ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹൃദയമിടിപ്പ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൾസ് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രക്തസ്രാവം അമിതമായി തന്നെ മൂക്കിൽ നിന്നും അതുപോലെ തന്നെ ചെവിയിൽ നിന്നുമൊക്കെ രക്തം വാർന്നൊലിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ രക്ഷപ്പെടാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ലെന്ന സൂപ്രണ്ട്, അതായത് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് നമ്മോട് ഉച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് 8:50 കൂടി ജെൻസന്റെ ഈ മരണം സ്ഥിരീകരിക്കുന്നത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.